ഹേ ഗൈസ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജാനയുടെ ഒരു ദിവസത്തെ ഫുഡ് റൂട്ടീനാണ് കേട്ടോ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. കുറേ നാളായിട്ട് ഞാനത് വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് അതാണ് കേട്ടോ വീഡിയോ. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണം കേട്ടോ. ഇന്നിപ്പോൾ രാവിലെ അപ്പമാണ് കേട്ടോ. അപ്പം കറക്റ്റ് സമയം എനിക്ക് പറയാൻ പറ്റത്തില്ല. അവൾ പല ടൈമിലാണ് എഴുന്നേൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന സമയം എന്നൊന്നും പറയുന്നില്ല. ഇപ്പോൾ രാവിലെ കാപ്പിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് ഉണ്ടാക്കി കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ അവൾക്ക് കുറുക്കാണ് കേട്ടോ കൊടുക്കുന്നത്. ഇപ്പോൾ ഒരപ്പമൊക്കെ ഇങ്ങനെ പിച്ചിട്ട് കൊടുത്താൽ സ്വന്തമായിട്ട് എടുത്ത് കഴിച്ചോളും കേട്ടോ. കറിയൊന്നും കൂട്ടി കൊടുക്കുന്നതൊന്നും ഇഷ്ടമല്ല, കഴിക്കത്തൊന്നുമില്ല. ആദ്യം കുറച്ചൊക്കെ ഇങ്ങനെ എടുത്ത് കഴിക്കും, അവസാനം വരുന്നതെല്ലാം ഞാൻ വാരി കൊടുക്കും കേട്ടോ. അപ്പോൾ എങ്ങനെയൊക്കെയോ ഉള്ള ഒരപ്പം കഴിച്ച് തീർത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഉച്ചയ്ക്കത്തെ ആഹാരത്തിന് മുന്നേ ആയിട്ട് ലൈറ്റായിട്ട് ഞാൻ എന്തെങ്കിലും കൊടുക്കും കേട്ടോ. ഇന്നിപ്പോൾ ഏത്തപ്പഴമാണ്. ജാനിക്ക് ഡെയിലി ഞാൻ ഓരോ ഏത്തപ്പഴം വീതം കൊടുക്കും. പുഴുങ്ങിയതേ കൊടുക്കത്തുള്ളൂ, അതേ അവൾ കഴിക്കത്തുള്ളൂ. അപ്പം നെയ്യിൽ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നന്നായിട്ട് അവൾ കഴിക്കും. ഇപ്പോൾ ഈ പഴത്തിൻ്റെ കൂടെ കുറച്ച് തേങ്ങ ചിരകി ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നല്ലതായിരിക്കും. ഇപ്പം ഞാൻ പക്ഷെ അതൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ജാനി മടിയില്ലാതെ കഴിക്കുന്ന ഒരേ ഒരു ആഹാരം ഇതാണ് കേട്ടോ. തന്നെ കഴിക്കത്തൊന്നുമില്ല, ഇത് ഞാൻ വാരി തന്നെ കൊടുക്കണം. പൊതുവേ ആഹാരമൊക്കെ കഴിക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ. എല്ലാ ആഹാരങ്ങളൊന്നും അങ്ങനെ കഴിക്കത്തതുമില്ല. മധുരത്തിനോടൊന്നും വലിയ താല്പര്യമില്ല. എരി പുളി അങ്ങനെയുള്ള ഐറ്റംസിനോടാണ് താല്പര്യം. എന്നാൽ അത് ഒരുപാട് അങ്ങ് കഴിക്കത്തുമില്ല. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ പാത്രത്തിൽ ചമ്മന്തി ഇരിക്കുന്ന കണ്ടപ്പോൾ അവൾ എടുത്ത് കഴിച്ചു കേട്ടോ. അപ്പോൾ ഞാനൊരു കിണ്ണത്തിലെടുത്ത് കൊടുത്തതാണ്. പിന്നെ അവൾ ഉറക്കമൊക്കെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് ചോറും ഒരു കുഞ്ഞു മുട്ട പൊരിച്ചതും കുറച്ച് ചമ്മന്തിയും കൂടെ കൂട്ടി കൊടുത്തതാണ് കേട്ടോ. പക്ഷെ മുഴുവനും കഴിച്ചിട്ടില്ല. കണ്ടില്ലേ, കുറച്ചേ കഴിച്ചിട്ടുള്ളൂ. ചോറ് നല്ല രീതിയിൽ കഴിച്ചില്ലല്ലോ. അപ്പം ഞാൻ പിന്നെ ഒരു പീസ് കേക്ക് കൊടുത്താട്ടോ. അതൊരെണ്ണം അവൾ കഴിച്ചു. പിന്നെ ഒരു സന്ധ്യയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാനൊരു പീസ് ബ്രെഡ് കൊടുത്തു. അത് മുഴുവനൊന്നും കഴിച്ചില്ല, കുറച്ചൊക്കെ തുപ്പിയൊക്കെ കളഞ്ഞ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പോപ്കോൺ കൊടുത്തു കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്, അവൾ നല്ല രീതിക്ക് അത് കഴിക്കും. അപ്പം അത് കുറച്ച് കഴിച്ചു കേട്ടോ. അപ്പം ഇനിയിപ്പം ജാനയുടെ രാത്രിത്തേക്കുള്ള ഫുഡാണ്. ഞാൻ ഓട്സിൻ്റെ കുറുക്കാണ് കേട്ടോ രാത്രി ഉണ്ടാക്കി കൊടുക്കുന്നത്. 3-4 സ്പൂൺ ഓട്സും അതിനാവശ്യത്തിന് പാലും, പിന്നെ ഇത് ഡ്രൈ നട്ട്സ് ആണ് കേട്ടോ, ബദാമും അണ്ടിപ്പരിപ്പുമാണ് അതും. പിന്നെ മധുരത്തിന് ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഡേറ്റ്സ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ശർക്കരയോ പനങ്ങൾ കൊണ്ടോ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പം ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഞാൻ ജാനിക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവളത് കഴിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഫുഡാണ് കേട്ടോ ഓരോ ദിവസം ഞാൻ ജാനിക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് കൊടുക്കുന്ന ഫുഡ് ആയിരിക്കണം എന്നില്ല നാളെ കൊടുക്കുന്നത്. എല്ലാത്തിലും കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തി കൊടുക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടാമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.